നമസ്കാരം. അഖിലമലങ്കര മർത്തമറിയം സമാജം കേന്ദ്ര പരീക്ഷാ സഹായി പുസ്തകമായ നൽകപ്പെട്ട ശ്വാസവും നൽകപ്പെടേണ്ട വിശ്വാസവും എന്ന പുസ്തകത്തിൽ നമ്മൾ പ്രാർത്ഥനയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം കണ്ടു കഴിഞ്ഞു. നിമിഷ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ. ഇനി പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം? അതിൽ ആറാമത്തെ പോയിന്റ് പറയുന്നത് കർത്തൃഗാത്രം മുഴുവനും നമ്മോടൊപ്പം പ്രാർത്ഥനയിൽ ഉണ്ട് എന്നാണ്. ക്രിസ്തുഗാത്രത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരീരത്തിൽ വസിക്കുന്നവരും ശരീരം വിട്ടവരും ഉൾപ്പെടെയാണ് നമ്മുടെ ഓരോ ആരാധനയിലും പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവായ അമ്മയും അപ്പോസ്തലന്മാരും പിതാക്കന്മാരും ഗുരുക്കന്മാരും രക്തസാക്ഷികളും വാങ്ങിപ്പോയ വിശുദ്ധ സമൂഹവും ഒക്കെ ചേർന്ന് താബോറിലെ ഒരു അനുഭവമാണ് ഓരോ ആരാധനയിലും നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഉണ്ടാകേണ്ടത്. ഏഴാമത്തെ പോയിന്റ്, ആർജിച്ചെടുക്കാവുന്ന ഒരു ആത്മീയ കഴിവാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അഭിവന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറയുന്നത് പ്രാർത്ഥന എന്നത് പഠിക്കേണ്ട ഒരു വിഷയമെന്നാണ്. നീന്തലറിയാത്ത ഒരാളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടാൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, അയാൾ താഴ്ന്നു പോകും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതും ഈ നീന്തലിനെ പോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ഭൂഗുരുത്വാകർഷണ നിയമമോ പ്ലവന നിയമമോ മറ്റ് ചലന നിയമങ്ങളോ അറിയാവുന്നവരാണെങ്കിലും നീന്തൽ പ്രായോഗികമായ പരിശീലനം ലഭിച്ചില്ല എങ്കിൽ നന്നായി നീന്തുവാനായി സാധിക്കുകയില്ല. ആരംഭത്തിൽ നീന്തൽ ശരിയായില്ലെങ്കിലും പല പ്രാവശ്യം അത് പഠിക്കുമ്പോൾ നീന്തൽ വശമാക്കുവാനായി സാധിക്കുന്നു. ഇതുപോലെയാണ് പ്രാർത്ഥനയിലും. ആദ്യത്തെ 3-4 ശ്രമങ്ങൾ കൊണ്ട് അത്ര വിജയം കിട്ടിയില്ല എങ്കിലും പ്രാർത്ഥന എന്നത് ഒരു കഴിവാണ്. അത് നിരന്തര പരിശീലനത്തിൽ കൂടെ ആർജിച്ചെടുക്കേണ്ടതാണ്. ഹൃദയം നിറഞ്ഞുള്ള സ്നേഹവും നന്ദിയും നിറഞ്ഞു കവിയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. അടുത്തൊരു പോയിന്റ്, പ്രാർത്ഥന പഠിച്ചെടുക്കുവാൻ അല്പം ആയാസം വേണമെന്നാണ്. പ്രാർത്ഥിക്കുവാൻ തോന്നുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇച്ഛകളെയൊക്കെ കടിഞ്ഞാണിട്ട് അലസതയെ നിയന്ത്രിച്ച് ഒരല്പം ആയാസമെടുത്ത് നമ്മൾ പരിശീലിക്കേണ്ടതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ആയാസരഹിത അവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥനാ സമയങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഒരു ദൃഷ്ടി കേന്ദ്രവും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ ഒരു സ്ഥലവും ഉള്ളത് നല്ലതാണ്. ശ്രദ്ധ മാറിപ്പോകുമ്പോൾ എൻ്റെ ദൈവമേ ഇതാ ഞാൻ ശ്രദ്ധ മാറിപ്പോകുന്നു, പാറിപ്പറക്കുന്ന മനസ്സിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുത്തെ കൃപയാൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി നമുക്ക് സാധിക്കണം. ആയാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിച്ചാൽ ആയാസരഹിതമായ ധ്യാനാവസ്ഥയിലേക്കും ഉപവാസത്തിലേക്കും ആത്മനിയന്ത്രണത്തിലേക്കും അച്ചടക്കത്തിലേക്കും ഒക്കെ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അല്പം ആയാസപ്പെട്ട് പ്രാർത്ഥനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അത് വേണമെന്നുള്ള രീതിയിൽ അതിനെ സമീപിച്ചാൽ അതിലും വലിയ ആത്മീയ തലങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ക്രിസ്ത്യൻ വിസ്ഡം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.